സിനിമയില് അഭിനയിക്കുക എന്ന് പറയുന്ന സമയത്ത് ഈ പാട്ട് എഴുതുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫ്ലോ ഉണ്ടല്ലോ. അപ്പോൾ 3 പാട്ടുകൾ 4 പാട്ടുകളൊക്കെ അടുപ്പിച്ചങ്ങനെ എഴുതുന്ന ഒരാളാണെന്നാണ് കേട്ടിരിക്കുന്നത്. അഭിനയത്തിലേക്ക് വരുമ്പോഴും ഇത് ആദ്യത്തെ ടേക്കിൽ ഓക്കെ ആവുക അത് സാധ്യമാവുന്നുണ്ടോ എപ്പോഴും? അതിൽ അഭിനയിക്കുമ്പോഴേ ഓ അത് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ റെഡി ആയിരുന്നാൽ മതി, മനസ്സിൽ റെഡി ആയിരുന്നാൽ മതി, തയ്യാറായിരുന്ന ഓക്കെ, എനിക്കങ്ങനെ പ്രശ്നം തോന്നാറില്ല. സ്ക്രിപ്റ്റ് ബൈഹാർട്ട് പഠിക്കാനൊന്നും പ്രശ്നമില്ല എനിക്ക്. ഈ ഇപ്പൊ രോഗം എന്തെങ്കിലും രീതിയിൽ പണ്ടത്തെ ഒരു ആവേശത്തെയോ അല്ലെങ്കിൽ ഈ ക്രാഫ്റ്റിനോട്, സിനിമ എന്നുള്ള മൊത്തത്തിനോടുള്ള ക്രാഫ്റ്റിനോടാണല്ലോ നമുക്ക് എപ്പോഴും ഒരു താല്പര്യം. അവിടേക്ക് പോകാൻ എന്തെങ്കിലും രീതിയിൽ ശരീരം തളർത്തുന്നത് പോലെ തോന്നിയിട്ടുണ്ടോ? അപ്പൊ എങ്ങനെ മനസ്സ് വെച്ച് അതിനെ അതിജീവിക്കുന്നത്? അല്ല, രോഗത്തിൻ്റെ സമയത്തും കഴിഞ്ഞാലും മനസ്സിനെ കൺട്രോൾ ചെയ്താൽ മതി. ഇപ്പോഴും ഞാൻ അങ്ങനെയാണ്. ഇപ്പം ഞാൻ പിടിക്കാതെയാണ് ഇവിടെ വന്നത്. തീരെ വയ്യാത്ത ആളാണ് ഞാൻ. 2 സൈഡും ഈ സൈഡ് തടസ്സം പോയതാണ്. പക്ഷേ എനിക്ക് വലതേ ഭാഗത്ത് എനിക്ക് ഉണ്ട്. എൻ്റെ വലതു ഭാഗത്ത് ഞാൻ റെഡിയാണ്. അതുകൊണ്ട് ഞാൻ ഇതിനെ പേടിക്കുന്നു. എനിക്കിത് മതി എന്ന് ഞാൻ വെക്കും. പിന്നെ ഒന്നിനെ ഞാൻ സങ്കടപ്പെടാറില്ല. ഇന്നലെ എങ്ങനെയായിരുന്നു, എനിക്കിനി നാളെ അങ്ങനെ ആവാൻ പറ്റില്ലല്ലോ എന്ന് ഞാൻ ആലോചിക്കാറില്ല. അത് കഴിഞ്ഞു. ഇന്ന് വേറൊരു ജീവിതം, നാളെ വേറൊരു ജീവിതം, അത്രേ ഉള്ളൂ. ഈ കുട്ടികളെ വെച്ചിട്ടൊരു പടം ഉണ്ടാക്കുക, അത് വർക്ക് ആക്കി എടുക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതൊന്ന് അവരായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അവരുടെ വേൾഡും നമ്മുടെ വേൾഡും പലപ്പോഴും രണ്ടായിരിക്കും. ഇപ്പം നമ്മളുടെ കാഴ്ചയിൽ നിന്ന് കുട്ടികളെ അഭിനയിപ്പിക്കുമ്പോഴാണ് പലപ്പോഴും ആ പടങ്ങളെ കുറച്ച് അമേച്ചർഷാവുക. അപ്പം ഇവരുടെ ഒരു ലെവലിലേക്ക് ഉയർന്നുകൊണ്ട് ചിന്തിക്കുക, അല്ലെങ്കിൽ ഇവരുടെ വേൾഡ് കുറച്ചുകൂടി ക്രിയേറ്റീവ് ആണ്, കുറച്ചുകൂടി ഫിൽറ്റേഴ്സ് ഇല്ലാത്തതാണ്, കുറച്ചുകൂടി ഫാൻറ്റസി നിറഞ്ഞതാണ്. സോ റൈറ്റിങ്ങിൽ വരുമ്പോഴും മേക്കിങ്ങിൽ വരുമ്പോഴും ആ ഒരു ചൈൽഡ് സോൺ പിടിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? അതിൽ നമ്മുടെ മനസ്സ് കുട്ടികളുടെ ഒരു മനസ്സായിരുന്നാൽ മതി. അവരെ പോലെ ചിന്തിച്ചാൽ കിട്ടാവുന്നേ ഉള്ളൂ. അതങ്ങനെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നിയില്ല. ഷൂട്ടിങ്ങിലാണെങ്കിലും അങ്ങനെ തന്നെ. ഇവരെല്ലാവരും കുറേ പിള്ളേരുണ്ടായിരുന്നല്ലേ, 4-5 പിള്ളേരുണ്ട്. അപ്പോൾ ഇവരും മൊത്തത്തിൽ വേറെ ലോകത്ത് കളിച്ച് ചിരിച്ച് നടക്കുകയായിരിക്കും. അപ്പോൾ നമുക്ക് വേറെ ഈ പറഞ്ഞ പോലെ കുറച്ച് ക്ഷമിച്ചൊക്കെ നിന്ന് കഴിഞ്ഞാൽ അവരെ നമ്മുടെ രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും.